ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നബിദിനമാണ് ഇന്നത്തെ വീഡിയോ. നബിദിനത്തിൻ്റെ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അന്നാവില്ല കേട്ടോ കാണുക, പിറ്റേ ദിവസം കാണുക. അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ നീച്ച് കൂളി കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. പൈസയ്ക്ക് ദഫുണ്ട്. ദഫിൻ്റെ പാട്ടിക്കയിൽ കൊടുക്കാൻ പറ്റില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും. ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ട്യൂണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവൻ ദഫ് കളിക്കണത്. അങ്ങനെ കുറേ പിള്ളേരുള്ള കാരണം ഏതാ പൈസയെന്നൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും ഞാനൊരു ഏരന്മാർക്ക് മാതിരി കൊടുക്കാട്ടോ അവിടെ. അങ്ങനെ അവനക്കൊക്കെ വാരി കൊടുക്കുന്ന ഞാൻ നേരത്തെ നീച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി, ചട്നി അരച്ചു. അങ്ങനെ ഇവർ കൊത്തി കൊത്തി ഇരിക്കുള്ളൂ, പിന്നെ മേലൊക്കെ ആക്കുള്ളൂ. അപ്പോൾ വേഗം വേഗം മൂന്നാൾക്ക് 2-3 4-5 എടുത്ത് അങ്ങോട്ട് വാരി കൊടുക്കുക കേട്ടോ. ഇനി പള്ളിക്കലുണ്ട്, പൊറാട്ട ഉണ്ട്, വെള്ളപ്പം ഉണ്ട്, എന്തൊക്കെ ചായയുടെ കടിയൊക്കെ ഉണ്ട് പള്ളിക്കൽ. എന്നാലും എനിക്കൊരു സമാധാനം ഇല്ല, എപ്പോഴാണ് കിട്ടുക എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിശന്നിട്ട് ഇരിക്കേണ്ട വെച്ചിട്ട് ഞാൻ വാരി കൊടുക്കാട്ടോ. അപ്പം എന്നാൽ എനിക്കൊരു സമാധാനം കിട്ടും. അങ്ങനെ അവിടെ കുളിച്ചിട്ട് റെഡി ആവണമൊക്കെ ഉണ്ട്. പൈസ ഇതാ ഷൂ ഇടുന്നുണ്ട്. ഷൂ ഇടുമ്പോൾ ഷൂവിൻ്റെ സംഭവം പൊട്ടൊക്കെ ചെയ്തുട്ടാ. അത് അവൻ്റെക്ക് നല്ല പൊട്ടിയത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വലിച്ച് മുറുക്കി കെട്ടി കൊടുത്തതാണ്. അപ്പോൾ അതങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ട് പോന്നും ചെയ്തു. അങ്ങനെ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഇട്ടിട്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കെട്ടണതിൻ്റെ ഇടയിൽ പൊട്ടും ചെയ്തു. അപ്പോൾ ആകെ എന്താ പോലെ. എന്നിട്ട് ഇപ്പോൾ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇവൻ്റെ കളി ഇനി പള്ളിക്കലാവും. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉപ്പിമ്മൊക്കെ വരുന്നുണ്ട്. അനിയ പിന്നെ അവൻ്റെ ഡാൻസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അവൻ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇടുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കമൻറ്റൊക്കെ കുറവാണ്, അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുക. പിന്നെ അങ്ങനെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. ഇതാ എല്ലാവരും ഇനി പോവാൻ നിൽക്കാട്ടോ. നേരത്തെ നീച്ചിട്ടുണ്ട്. നബിദിനല്ലേ പറഞ്ഞപ്പോൾ ചാടിയിട്ടാട്ടൊക്കെ നീച്ചത് 3 അങ്ങനെ ദഫോണ്ട് ഒന്ന് 2 കൊട്ടിയിട്ട് പോടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്തെങ്ങനെ കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ 2 കൊട്ടൊക്കെ കൊട്ടി കളിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞൊക്കെ അങ്ങോട്ട് ചടുപിടേന്ന് അങ്ങോട്ട് പണികളൊക്കെ അങ്ങോട്ട് കഴിക്കുക വെച്ചിട്ടാണ്. ചോറ് പിന്നെ വെക്കണ്ടല്ലോ, ചായയുടെ കടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്താ അടിച്ചു വരിക, മുറ്റടിക്കുക, അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് അവിടെ റോട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കളി കാണാം, റാലി വരുന്നതൊക്കെ കാണാൻ വെച്ചിട്ടേ. അപ്പോൾ നബിദിന റാലി വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് പണികളൊക്കെ തീർത്തുവിട്ട് അവർ പോയതിന് ശേഷം. അങ്ങനെ നിങ്ങളുടെ അവിടുത്തെ നബിദിനൊക്കെ അടിപൊളിയാക്കി വീഡിയോയിൽ കാണാം കേട്ടോ. ഓരോരുത്തരുടെ അവിടുത്തെ വീഡിയോസിൽ കാണാൻ നബിദിനൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ കാണാറുണ്ട്, ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ നബിദിനൊക്കെ. അപ്പോൾ വരാനും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ അവനെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇക്കാക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. ഇക്ക അങ്ങനെ അവൻ്റെ പിന്നാലെ നടന്നു. അവനെല്ലാവിടെയും പോയി കളിക്കണം, ഓരോ സെൻറ്ററിൽ പോയി കളിക്കണം. അങ്ങനെ ഇത് പണികളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞ് ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ കുറേശ്ശെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ മൂത്തുമ്മയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെനൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട്, സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നു. കളിയും ചീരിയൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ തിരുമ്പാനൊക്കെ നിന്നു. ഇപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോയുടെ കാര്യം അങ്ങോട്ട് മറന്നു പോയി. അങ്ങനെ ഇക്കതാ കുട്ടികളെ അങ്ങോട്ട് ആക്കിയിട്ട് ആരുടെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഉണ്ണി അങ്ങോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാഞ്ഞിരത്തേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു അവിടെ നിന്നാൽ നമുക്ക് റാലിയിൽ ഇങ്ങോട്ട് പോരാ പറഞ്ഞപ്പോൾ അവനിവിടെ ആൾക്കാരൊന്നും അധികം പരിചയമില്ലാത്ത കാരണം അവനൊരു ചമ്മലി. അപ്പോൾ വേഗം അളിയനെ അവിടെ ആക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അതുള്ളക്കാടെ അവിടെ ചായക്കട അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ ചെക്കന്മാർ ഇരുപ്പാക്ക് ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ വെള്ളം കലക്കിയത് മുന്തിരി ദിവസമൊക്കെയാണ്. അപ്പോൾ ഷെബിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. കട ഒരു കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവ കാനവിടെ ആക്കിയിട്ട് ഉണ്ണി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ അവിടെ വെള്ളം കലക്കിയത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാ റാലി വരുന്നു. ഇതിൽ പൈസ ഉണ്ട് കേട്ടോ. അതിൽ ഒക്കെ ഒരേപോലത്തെ ഡ്രസ്സായ കാരണേ മനസ്സിലാവണേ ഇല്ല. അവൻ എന്നെ കണ്ടപ്പോൾ ടാറ്റ തരൊക്കെ ചെയ്തു. ഇതാ വരുന്നു, ദഫ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ടില്ലേ, അവൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവൻ ടാറ്റ തരുന്ന കണ്ട എനിക്കൊന്നും മനസ്സിലാവില്ല, ഒക്കെ ഒരേ ഡ്രസ്സായ കാരണം. അങ്ങനെ ഇക്ക പിന്നാലെ ഉണ്ട് കേട്ടോ. അവൻ്റെ ഒപ്പം നടക്കണുണ്ട് നോക്കിയിട്ട്. റോഡൊക്കെ അല്ലേ, പിള്ളേർ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ പിന്നെ
പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ അങ്ങനെ ദഫ് കളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദഫിൻ്റെ പാട്ടിൻ്റെ അവിടെ ഞാൻ ചെറുതായിട്ടൊരു സോങ്ങല്ല ഒരു ട്യൂണ് മാറ്റിയിട്ട് കൊടുക്കണത്. കോപ്പിറൈറ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതായി പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോക്ക് ഫൈസയുടെ ദഫ് കളിയൊക്കെ കാണാം. പിന്നെ പിള്ളേരവിടെ സമൂസ വിതരണം ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കമറുക്ക, അവർ ദഫ് പഠിപ്പിച്ച ആളാട്ടാ. അങ്ങനെ മക്കളുടെ ദഫ് കളിയൊക്കെ കണ്ടില്ലേ, അത് നമുക്ക് പാട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. പാട്ടുണ്ടെങ്കിലൊന്ന് എയിമാവുള്ളൂ. പിന്നെ അതാ വലിയ പിള്ളേരുടെ ദഫ് കളി കേട്ടാ. അങ്ങനെ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാനലിക്ക് പ്രശ്നമായത് കൊണ്ടാണ് കേട്ടോ പാട്ട് കൊടുക്കാത്തത്. അങ്ങനെ എന്താ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് അയൽവാസികളും ഒരുപാട് വീട്ടിലത്തെ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്ത് എല്ലാ വീട്ടുകാരും ഉണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് ചോറ് കഴിക്കാൻ കേട്ടോ. നെയ്ച്ചോറും ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഞാനൊരു കച്ചമ്പർ ഉണ്ടാക്കി. ഇക്ക പിന്നെ പള്ളിയിൽ നിന്നൊക്കെ കഴിച്ചു. ഇവൻ ഇവിടെ വന്നിട്ട് കഴിക്കാട്ടാ ഉണ്ണി. അങ്ങനെ പിള്ളേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പണികളൊന്നും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ചോറയ്ക്കലും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഫൈസിക്ക് ദഫ് കടിച്ചിട്ട് 180 ഉറുപ്പോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൈ കൊണ്ട് ആദ്യമായിട്ടാട്ടോ ഒരു സിപ്പപ്പ് ഒരു ഐസ് കിട്ടണത്. അപ്പോൾ അവൻ ഞങ്ങൾക്കൊക്കെ മേടിച്ച് തന്നു. ഇതാ മാംഗോയുടെ ഒരു ഐസ് മേടിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ രണ്ടാൾക്കും ചോക്ലേറ്റിൻ്റെ സിപ്പപ്പ് ഒക്കെ വാങ്ങി തന്നു കേട്ടോ. പൈസ കുറേ നേരം എന്താ വേണ്ട ഉമ്മച്ചി എന്താ വേണ്ടത് ഇങ്ങനെ ചോദിക്കണു. അപ്പോൾ പൈസ എൻ്റെയൊക്കെ തരികയാണ് കിട്ടിയത്. അപ്പോൾ ഈ കയ്യിൽ വെച്ചാൽ എനിക്ക് എന്താ വെച്ചാൽ മേടിച്ചോ എന്നൊക്കെ പറയുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഇക്കാക്ക് മേടിച്ചിട്ടുണ്ട്. ഇക്ക പിന്നെ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ഇന്ത്യക്ക് കഴിച്ചു വിട്ടാ. അങ്ങനെ പള്ളിക്കുന്ന ഇക്കടെ വണ്ടിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പാട്ടിനൊക്കെ മൈക്ക് സെറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയപ്പോൾ അടുത്തൊരാൾ കഥ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ബാക്കി വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.